യെരമ്യാ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവിന്റെ വചനങ്ങൾ മറന്നു പോകാതെ നമ്മുടെ ആവശ്യങ്ങളിലും ആവശ്യമില്ലാത്ത സമയങ്ങളിലും ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആവശ്യമില്ലാത്ത മനുഷ്യ മക്കൾക്ക് ഏതെങ്കിലും ഒരു നിമിഷമുണ്ടോ ദൈവത്തെ വിളിക്കാതിരിക്കുവാനായിട്ട്? ജീവിതത്തിൽ സ്വന്തമായി നമുക്ക് എന്തെങ്കിലും ഒരു കഴിവോ തന്റെ ഇടമോ മിടുക്കോ ഉണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവൻ വിഡ്ഢിയാണ്. വിവേകമുള്ളവൻ അങ്ങനെ പറയത്തില്ല എന്ന് സങ്കീർത്തനം 14 നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തെ തേടുന്നവരെ വിളിക്കുന്ന പേര് വിവേകികൾ എന്നാണ്. അപ്പോൾ ദൈവമില്ല എന്ന മൂടനായ മനുഷ്യനാണ് ആ ദൈവമില്ല എന്നും ദൈവത്തെ അന്വേഷിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതെന്നും വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ നീ സ്വയം തീരുമാനിക്കുക. ദൈവമായ കർത്താവിന്റെ വിളിക്ക് നീ കാതോർക്കുന്നുണ്ട് എങ്കിൽ നിന്നെ മൂട എന്ന് വിളിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? അല്ലെങ്കിൽ വിവേകിയായ എന്റെ പൊന്നുമകനെ എന്ന് നിന്റെ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കുവാനാണോ നീ ദൈവപക്ഷത്തേക്ക് കാതുകളും കണ്ണുകളും ഉയർത്തി നിൽക്കുന്നതെന്നോ സ്വയം ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവസന്നിധിയിൽ മൂടന്മാരായി ലോകത്തിൽ വലിയവരായിരിക്കാം, വലിയ അറിവും വിദ്യാഭ്യാസവും വലിയ വലിയ കാര്യങ്ങളും സ്വന്തമായി ഒത്തിരി